സൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 മോഡൽ ഹ്യുണ്ടയുടെ ക്രെറ്റയാണ്. ക്രെറ്റ ക്രീറ്റ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വണ്ടി ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുൾ വണ്ടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുള്ളി ലോഡർ വണ്ടി. അതിൻ്റെ അലോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൽക്കസാറിൻ്റെ അലോയിസാണ് കയറ്റിയേക്കണം. 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ CRDA എഞ്ചിനാണ്, ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. കൂടാതെ തന്നെ സിംഗിൾ ഓണറാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ 1.6 ആണ് വന്നേക്കണം. 1.6 1.4 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. 1.6 എന്ന് പറയുമ്പോൾ നമുക്ക് മൈലേജിലൊക്കെ കുറച്ച് കോംപ്രമൈസും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ വണ്ടി നല്ല പവർഫുൾ വണ്ടിയായിരിക്കും. പിന്നെ ഡുവൽ ടോൺ വന്നേക്കണം. റൂഫിൽ നമുക്ക് ബ്ലാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ള് വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ടാണ് വീഡിയോ കൂടി തന്നെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഹ്യുണ്ടയുടെ ക്രെറ്റയാണ്. ഡുവൽ ടോണിൽ വന്നിരിക്കുന്ന ക്രെറ്റയാണ്. വണ്ടിയുടെ ലുക്ക് നോക്കാം. അലോയിസാണ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അലോയിസ് അൽക്കസാറിൻ്റെ അലോയിസാണ് വന്നിരിക്കുന്നത്. അൽക്കസാർ എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടയുടെ തന്നെ ക്രെറ്റയുടെ കുറച്ചും കൂടി അഡ്വാൻസ് ഓപ്ഷൻ 7 സീറ്റർ ആയിട്ടുള്ള അൽക്കസാറാണ്. അതിൻ്റെ അലോയിസാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഫുള്ള് വ്യൂയിലേക്ക് നോക്കാം. ഞാൻ ത്രൂ ഔട്ട് അല്ലെങ്കിൽ 360 ഡിഗ്രി 360 എന്ന് പറയാൻ പറ്റില്ല, 180 ഡിഗ്രി വീഡിയോസ് ഞാനിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ക്രെറ്റയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി നമുക്കിനി ഒന്ന് ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കും നോക്കാം. വീലാർസ് നോക്കി നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അൽക്കസാറിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ്, ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ കിട്ടുന്നില്ല. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് കിട്ടുന്നുണ്ട്. ലാമ്പും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കി ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിനി ടയറിലേക്ക് വരാം. ടയറിൽ നല്ല ക്വാളിറ്റി തന്നെ ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ 2 ഡോറിലേക്കും വരാം. 2 ഡോറായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. റിയറിൽ നമുക്ക് വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ്, കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് കണ്ട ടയേഴ്സ്. അലോയ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. ഓട്ടോ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബട്ടൺസ് കിട്ടുന്നുണ്ട്. ചാർജിങ് പോർട്ട്, മാനുവൽ ഗിയർ നോബ് കിട്ടുന്നുണ്ട്. ഡോർ പാഡ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ്. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. റൂഫ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് റിയർ ഭാഗത്തേക്കൊന്ന് പോവാം. റിയർ ഭാഗത്ത് സീറ്റ്സ് ആയാലും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഡോർ പാഡ്സ് നല്ല വൃത്തി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. റിയറിൽ AC വെൻറ്റ് വരുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വീഡിയോ നോക്കാം. കേട്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എൻജിൻ ഭാഗവും എയർ കണ്ടീഷനും ഒന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രെറ്റയുടെ ആ ഒരു എൻജിൻ ഭാഗം. CRDA ഇഞ്ചക്ഷൻ എന്നൊക്കെ എഞ്ചിനാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പേസ്റ്റിങ് നോക്കാം. പേസ്റ്റിങ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പേസ്റ്റിങ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററിയാണ്. ഇവിടുത്തെ പേസ്റ്റിങ് നോക്കാം. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ലിഡിലേക്ക് വരാം. ലിഡിലായാലും ഒരു പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ്. ഫാസലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാസലിൻ്റെ നോക്കാം.
നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പാഴ്സൽറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്കിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ഇവിടെ ടയേഴ്സൊക്കെ നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നമുക്ക് വരുന്നില്ല, സാധാരണ റിമ്മ വരുന്ന. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കൂടെ എഡ്ജസിന് ഇവിടെ കിട്ടുന്നില്ല. ലിഡിൻ്റെ എഡ്ജസും കൂടി നോക്കാം. കേട്ടോ, അപ്പോൾ ഇവിടെയും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ക്രെറ്റ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് എടുക്കുന്ന വണ്ടിയാണ്. 2018 1.6 ആണ്. പിന്നെ ഡീസലാണ്. നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് പോകാൻ പറ്റുന്ന വണ്ടിയാണ്. മാനുവലും കൂടിയാണ്, ഓട്ടോമാറ്റിക് ഒന്നുമല്ല, മാനുവലാണ്. നല്ല മൈലേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 10 ലക്ഷം രൂപയാണ്. 10.50 lakhs. വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജോ വോയിസോ അയക്കാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു കെട്ടിട വിശേഷം. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.